കർഷകർക്ക് PRS സംവിധാനം വഴി നിശ്ചിത സമയത്തിനുള്ളിൽ പണം ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ബാങ്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണ ബാങ്കുകൾ സ്വീകരിച്ച നിഷേധാത്മക സമീപനം ഇനി അനുവദിക്കുകയില്ലെന്നും റാണിക്കായൽ നെൽകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കർഷകരെ സഹായിക്കാത്ത ബാങ്കുകളുമായി സർക്കാർ സഹകരിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. PRS വഴി നെല്ലിന്റെ വില ഏറ്റവും പെട്ടെന്ന് കിട്ടാനുള്ള നടപടി സർക്കാർ എടുത്തിട്ടുണ്ട്. പണം ലഭ്യമാക്കുന്നതിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകരുത്. ബാങ്കുകൾ എടുത്ത സമീപനങ്ങൾ കുട്ടനാട്ടിൽ ചില പ്രതിസന്ധികൾക്ക് കാരണമായി. കർഷകർക്ക് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വില ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണ്. കർഷകരെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് PRS വഴിയാണ് കർഷകർക്ക് പണം ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നല്ല, അത് 2014-15 കാലഘട്ടം മുതൽ നമ്മൾ കേരളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ഈ PRS സംവിധാനം എന്നുള്ളത്. ബാങ്കുകൾ കാണിക്കുന്ന ചില സമീപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചില പ്രതിസന്ധികൾ നമുക്ക് കുട്ടനാട്ടിൽ ഉണ്ടാക്കുകയുണ്ടായി. ബാങ്കുകൾ ഭാഗത്തു നിന്നുണ്ടായത് ഒരു ദിവസം എത്ര PRS എടുക്കും എന്നതുൾപ്പെടെ സമയത്തിന് PRSന്റെ പണം ലഭ്യമാക്കുന്നതുൾപ്പെടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ കാണിച്ച അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനങ്ങൾ ഇനിയും അങ്ങനെ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിനകത്ത് കർശനമായ നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നതായിരിക്കും. കർഷകരെ സഹായിക്കാത്ത ബാങ്കുകളുമായി സഹകരിക്കാൻ സർക്കാർ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പരമാവധി വേഗത്തിൽ തന്നെ കർഷകർക്ക് PRS വഴി നെല്ലിന്റെ വില നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഉത്പാദനത്തിൽ റാണിക്കായൽ കുട്ടനാട്ടിൽ മുൻപന്തിയിലാണ്. ഗുണമേന്മയുള്ള ഭക്ഷണം നൽകുന്ന കുട്ടനാടൻ മണ്ണ് എല്ലാ കാലത്തും സംരക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തോമസ് കെ തോമസ് MLA അധ്യക്ഷനായിരുന്നു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA പ്രമോദ്, പഞ്ചായത്ത് അംഗം AD ആന്റണി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S അനിൽകുമാർ, റാണിക്കായൽ പ്രസിഡന്റ് VP ചിദംബരൻ, ചിത്രക്കായൽ പ്രസിഡന്റ് ജോസഫ് ചാക്കോ, പാടശേഖര സമിതി സെക്രട്ടറി AD കുഞ്ഞച്ചൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് താമസിയാതെ വയോജന കമ്മീഷൻ നിലവിൽ വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ബിൽ അവതരിപ്പിച്ച് നിയമമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇക്കാലത്ത് വയോജനങ്ങൾക്ക് പോലും മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വയോജന കമ്മീഷൻ ആവശ്യമായി വന്നിരിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് ആറാട്ടുപുഴ കുറിയപ്പശ്ശേരിയിൽ നിർമ്മിച്ച സ്വാതന്ത്ര്യ തീരം സംരക്ഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ R ബിന്ദു. നമുക്ക് വനിതാ കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, അല്ലേ? പക്ഷേ നമുക്ക് വയോജനങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ ഇല്ല. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ സഹായകരമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടാണ് വയോജന കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു വയോജന കമ്മീഷൻ വേണമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കും, നിയമമാക്കി മാറ്റും. അതിന് വയോജന കമ്മീഷൻ നമ്മുടെ നാട്ടിൽ നിലവിൽ വരും. അതുപോലെ പെയ്ഡ് ഹോമുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വയോജനങ്ങളെയും തീർത്തും സൗജന്യമായി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സാമൂഹ്യനീതി വകുപ്പിനില്ല. അപ്പോൾ സമ്പത്തുള്ളവർക്കും ഇപ്പോൾ വലിയ അരക്ഷിതാവസ്ഥയാണ് കുടുംബങ്ങളിൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് പേ ചെയ്ത് താമസിക്കാൻ കഴിയുന്ന ഹോമുകളും നടത്തുന്നത് സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനം പോലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ കമ്മീഷന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ AM ആരിഫ് MP അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ജോൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
LDFും UDFും കേരളത്തിൽ രാഷ്ട്രീയ പാപ്പരത്തമാണ് കാട്ടുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ മണ്ഡല പര്യടനത്തിന് കഴിഞ്ഞ ദിവസം തകഴിയിൽ തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവി ഭാരതം എങ്ങനെയായിരിക്കണമെന്ന് NDAക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്ത് LDFും UDFും ഒറ്റക്കെട്ടാണ്. ജ്യേഷ്ഠാനുജന്മാരെ പോലെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവർ കേരളത്തിൽ നടത്തുന്നത് കാപട്യമാണെന്നും കുമ്മനം പറഞ്ഞു. ഭാവി ഭാരതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് NDAക്ക് മാത്രമാണ്. മറ്റാർക്കും അതേക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല. അത് LDFിനുമില്ല, UDFിനുമില്ല. LDFും UDFും വ്യത്യസ്തമായി നിന്നുകൊണ്ട് പരസ്പരമാണ് മത്സരിക്കുന്നതെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ എന്തിനു നിർത്തിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിന് പുറത്ത് വളരെ സൗഹാർദ്ദപരമായി ഒരു മുന്നണിയിൽ നിൽക്കുന്നവരാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPMഉം. ആ കോൺഗ്രസും CPMഉം CPIയും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന് പുറത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഒരു മത്സരം? അപ്പോൾ LDFും UDFും ഇവിടെ നടത്തുന്നത് സൗഹൃദ മത്സരമാണ്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാനിയന്മാർ അവർ ഒരു വേഷം കെട്ടലാണ്, ഒരു കാപട്യമാണ്, ഇതൊരു അഭിനയമാണ്. പക്ഷേ NDA ഈ ഭാവി ഭാരതം കെട്ടിപ്പടുക്കാൻ വ്യക്തമായ പദ്ധതികളോടുകൂടി എന്തെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടനാട്ടിൽ കടക്കെണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നെൽകർഷകൻ KG പ്രസാദിന്റെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഓമനയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല മണ്ഡല പര്യടനം ആരംഭിച്ചത്. തകഴി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിറപ്പറ സമർപ്പിച്ചു. തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. എടത്വ പള്ളി, ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം, പരുമലപ്പള്ളി, പനയന്നാർക്കാവ് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തിയ സ്ഥാനാർത്ഥി സാമൂഹിക സാംസ്കാരിക നായകരെയും കണ്ടു. തുടർന്ന് ചെങ്ങന്നൂരിൽ നടന്ന റോഡ് ഷോ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടൻകാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെങ്ങന്നൂർ പട്ടണത്തിൽ പര്യടനം നടത്തിയാണ് സമാപിച്ചത്. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിഷ് കുമാർ, ജോൺ മാത്യു മുല്ലശ്ശേരിൽ, BJP ദക്ഷിണ മേഖലാ സെക്രട്ടറി B കൃഷ്ണകുമാർ, ഗോപൻ ചെന്നിത്തല, KG കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 14 മുതൽ 23 വരെ നടക്കുന്ന കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെയും മാർച്ച് 20 നടക്കുന്ന തിരുനക്കര പൂരത്തിന്റെയും മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സുരക്ഷിതമായ ഉത്സവ നടത്തിപ്പിന് വകുപ്പുകൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കണം. തഹസിൽദാർ അല്ലെങ്കിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം സദാ ഉറപ്പാക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോലീസും എക്സൈസും സംയുക്ത പരിശോധന നടത്തണമെന്നും ഉത്സവ പറമ്പുകളിലെ ലഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. നല്ല ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങൾ കാരക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രാഫിക്കിനെ കുറിച്ച് കാരക്കൂട്ടി RTOയും പോലീസും ചേർന്നിരുന്ന് കൂടിയാലോചിച്ച് ആ ട്രാഫിക് സംവിധാനത്തെക്കുറിച്ച് പരസ്യം നിങ്ങൾ പത്രങ്ങളിൽ കൊടുക്കണം. ആ പൂരത്തിൻ്റെ അന്നത്തെ ട്രാഫിക് സംവിധാനം എങ്ങനെയായിരിക്കും, അപ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പട്ടണം കുഴപ്പത്തിലാകാതെ പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. എക്സൈസുകാരുടെ സാധാരണ റൊട്ടീൻ ചെക്കിംഗ് പോരാ, നിങ്ങൾ തന്നെയല്ലാതെ പോലീസിനെ കൂടെ കൂട്ടി ഒരു ജോയിൻറ്റ് ചെക്കിംഗ് ആ രൂപത്തിലേക്കുള്ള ഒരു നീക്കം വന്നെങ്കിൽ ഉത്സവ പറമ്പുകളിലെ ലഹരി പദാർത്ഥങ്ങളുടെ വിപണന സാധ്യത കുറച്ചെങ്കിലും രൂപീകരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അത് എഴുന്നള്ളിക്കുന്നതിന് അവരുടെ നോംസ് ഉണ്ട്. ആ നോംസും അതിൻ്റെ എല്ലാവിധ നിയന്ത്രണങ്ങൾക്കും വിധേയമായി ആ കാര്യങ്ങൾ ഭംഗിയായി നടപ്പാക്കാൻ ഫോറസ്റ്റുകാരുടെ ശ്രദ്ധ ജാഗ്രതയുണ്ടാകും. മാർച്ച് 20 നടക്കുന്ന പൂര ദിവസം സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം. കുടിവെള്ളത്തിന്റെ സുരക്ഷയും മാലിന്യങ്ങൾ കലരുന്നില്ല എന്നുറപ്പാക്കാനും ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി ചേർന്ന് ജല അതോറിറ്റി പരിശോധന നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മാലിന്യങ്ങൾ അതത് ദിവസം തന്നെ നീക്കാൻ ശുചിത്വ മിഷനുമായി ചേർന്ന് നഗരസഭ നടപടി സ്വീകരിക്കണം. മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കണം. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് ഒരു അഗ്നിരക്ഷാ വാഹനം സദാ സജ്ജമാക്കി നിർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, സബ് കളക്ടർ D രഞ്ജിത്ത്, മറ്റുദ്യോഗസ്ഥർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
നെൽകർഷക സംരക്ഷണ സമിതി വെളിയനാട് മേഖലാ കൺവെൻഷൻ കിടങ്ങറ SNDP ഹാളിൽ നടന്നു. രക്ഷാധികാരി VJ ലാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഠിനമായ വേനലിൽ നെല്ലിന്റെ തൂക്കം കുറയുന്ന സാഹചര്യത്തിലും കിഴിവ് ഈടാക്കുന്നത് കൊള്ളയാണെന്നും ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്ക് കിട്ടേണ്ടുന്ന 2023 തുകയായ 143 രൂപ കിൻഡലിന് 1 കിലോയ്ക്ക് 143 പൈസ. 2023 2022 കേന്ദ്ര ഗവൺമെന്റ് കൃഷി ഉൽപ്പന്നങ്ങളുടെ തറവില വർദ്ധിപ്പിച്ചുകൊണ്ട് 100 രൂപ കൂട്ടി. 1 കിലോയ്ക്ക് 100 പൈസ കിട്ടി. നമുക്ക് തന്നില്ല, സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിച്ചു. 143 സംസ്ഥാന ഗവൺമെന്റ് കിട്ടാൻ പോകുന്നത് കൊള്ളാന്നാണ് കണക്കറിയുന്നത്. എന്നാൽ ആ 100 രൂപ അതിന് മുമ്പത്തെ വർഷം 100 രൂപ അവർ വാങ്ങിച്ചു. എന്നിട്ട് പ്രൊഡക്ഷൻ ഇൻസെന്റീവിനകത്ത് തട്ടിക്കിഴിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? കുറച്ചു. അർഹതപ്പെട്ട യഥാർത്ഥ നെൽവിലയായ 31 രൂപ 35 പൈസ നൽകുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷറഫ് അധ്യക്ഷത വഹിച്ചു. വെളിയനാട് കൃഷിഭവൻ പരിധിയിൽ അംഗത്വമെടുത്തവരുടെ അപേക്ഷാ ഫോറവും പ്രവർത്തന ഫണ്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB മോഹനൻ ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്നിന് കൈമാറി. വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റ് സന്തോഷ് പറമ്പിശ്ശേരി, സെക്രട്ടറിമാരായ മാത്യൂസ് കോട്ടയം, G സൂരജ്, സ്റ്റീഫൻ മുട്ടാർ, ശർമാജി വാലടി തുടങ്ങിയവർ സംസാരിച്ചു. 15 അംഗ ഭാരവാഹികളെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക, നെല്ലിന് 31 രൂപ 35 പൈസ അംഗീകൃത വില നൽകുക, കിഴിവ് സമ്പ്രദായം അവസാനിപ്പിക്കുക, ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മങ്കൊമ്പ് പാടി ഓഫീസിന് മുന്നിൽ മാർച്ച് 13 ബുധനാഴ്ച വൈകുന്നേരം 5-ന് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മുഹമ്മദൻ UP സ്കൂൾ വാർഷികാഘോഷങ്ങൾ ശ്രദ്ധേയമായി. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സാംസ്കാരിക സമ്മേളനമായി മാറുകയായിരുന്നു വാർഷികാഘോഷം. 1885 ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിലാണ് മുഹമ്മദൻ LP സ്കൂൾ സ്ഥാപിതമായത്. 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്ന സ്കൂൾ 1915 പുതൂർപ്പള്ളി സംസ്ഥാന ഗവൺമെന്റിന് വിട്ടു നൽകി. 1965 സർക്കാർ ഈ സരസ്വതി ക്ഷേത്രത്തെ മുഹമ്മദൻ UP സ്കൂളായി ഉയർത്തി. അനേകായിരം കുരുന്നുകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന സ്കൂളിന്റെ 139ാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായും ആ 34 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും ഈ സ്കൂളിൽ പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം, അല്ലെങ്കിൽ വലിയൊരു ക്രെഡിറ്റ്, അല്ലെങ്കിൽ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ നിങ്ങൾക്കുണ്ടാവും. ഞാനിവിടെ വന്നപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള സംഗീതം പാടിയ ചിത്രയും യേശുദാസൊക്കെ തോന്നുന്ന രീതിയിൽ തന്നെ ഇവിടെ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സാറപ്പുറയുള്ള ആളുകളെ കണ്ടു. ഉദ്ഘാടന യോഗത്തിൽ അലുമിനി ഫോറം പ്രസിഡന്റ് A കാസിം അധ്യക്ഷനായിരുന്നു. വാർഷിക സമ്മേളനം ചങ്ങനാശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സോണി പീറ്ററും കലാ സാംസ്കാരിക കൂട്ടായ്മ NSS എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയിക്കലും ഉദ്ഘാടനം ചെയ്തു. KS അബ്ദുൽ ലത്തീഫ് മാമാറിന്റെ സ്മരണയ്ക്കുള്ള സമഗ്ര സംഭാവന പുരസ്കാരം NSS കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ അരവിന്ദാക്ഷ പിള്ളയ്ക്കും ഡോക്ടർ MS അബ്ദുൽ ഖാദറിന്റെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ അക്കാദമിക് എക്സലൻസ് പുരസ്കാരം MES കോളേജ് UGC ലൈബ്രറിയൻ PS മുഹമ്മദ് സിയാദിനും ജോ മൈക്കിൾ സമർപ്പിച്ചു. സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുള്ള മൂപ്പരുവീട് എൻഡോവ്മെന്റ് അവാർഡുകൾ സ്കൂൾ വാർഷികത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷും വാർഡ് കൗൺസിലർ ഉഷ ഷാജിയും ചേർന്ന് സമ്മാനിച്ചു. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും അവതരിപ്പിച്ച കലാപരിപാടികൾ വാർഷിക സമ്മേളനത്തിന് മിഴിവേകി. അലുമിനി ഫോറം ജനറൽ സെക്രട്ടറി TS നിസ്താർ, സെക്രട്ടറി ഡോക്ടർ S അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. അങ്കണവാടി കുട്ടികൾക്കായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കിടക്കകൾ വിതരണം ചെയ്ത് അമ്പലപ്പുഴ MLA H സലാം. മണ്ഡലത്തിലെ മുഴുവൻ അങ്കണവാടികളിലെയും കുട്ടികൾക്കായി 5 ലക്ഷം രൂപയാണ് സ്നേഹക്കിടക്കകളുടെ വിതരണത്തിനായി വകയിരുത്തിയത്. കയർഫെഡിൽ നിന്നും കയർ കോർപ്പറേഷനിൽ നിന്നുമാണ് കിടക്കകൾ ലഭ്യമാക്കുക. പഞ്ചായത്ത് പരിധികളിലെ 136 അങ്കണവാടികളും നഗരസഭാ പരിധിയിലെ 86 അങ്കണവാടികളും ഉൾപ്പെടെ 222 അങ്കണവാടികൾക്കായി ആകെ 628 സ്നേഹ കിടക്കകളാണ് നൽകുക. ഇവയിൽ പഞ്ചായത്ത് പരിധിയിലുള്ള അങ്കണവാടികൾക്ക് കയർഫെഡ് ലഭ്യമാക്കിയ
314 കിടക്കകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. എച്ച് സലാം MLA ഇവയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ പഞ്ചായത്തിലെയും അർബൻ ഭാഗത്തെയും അംഗൻവാടിയുടെ നിലവിലുള്ള സ്റ്റാറ്റസ് പൂർണ്ണമായി നമ്മൾ ചർച്ച ചെയ്തു. എവിടെയൊക്കെയാണ് സ്വന്തമായി കെട്ടിടമുണ്ട്, സ്വന്തമായി സ്ഥലമുണ്ട്, സ്ഥലം ഉണ്ടായിട്ട് കെട്ടിടം വെക്കാറുണ്ട്. അങ്ങനെ തരംതിരിച്ച് നോക്കി നമുക്ക് ഇപ്പോൾ സ്ഥലമില്ലാത്ത സ്ഥലമുള്ള എല്ലായിടത്തും അംഗൻവാടികളിൽ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് വയ്ക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം എല്ലാം കൂടി ചേർത്ത് പുതിയതിന് 6 എണ്ണത്തിന് പൈസ അനുവദിച്ചു. ഈ വർഷവും സ്ഥലം വാങ്ങിയ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് നൽകാൻ ആവശ്യമായ അനുവദിച്ചിട്ടുണ്ട്. ചെലവ് കൊടുത്തിട്ടുമുണ്ട്. അതിന് പുറമെ ഈ വർഷത്തെ നിയമസഭ അംഗീകരിച്ച ബഡ്ജറ്റിൽ സ്മാർട്ട് അംഗൻവാടികൾക്ക് വേണ്ടി 1 കോടി രൂപ ബഡ്ജറ്റിൽ കരുതി കൊടുത്ത് അത് ഉൾപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, ശോഭ ബാലൻ, AS സുദർശനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ബാബു, P അഞ്ജു, കയർഫെഡ് മാർക്കറ്റിംഗ് മാനേജർ M അനുരാജ്, CDPO K രേഖ എന്നിവർ സംസാരിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ നീനു ജോസഫ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. ഇടതുപക്ഷ അംഗങ്ങളും BJP അംഗവും വിട്ടുനിന്ന സാഹചര്യത്തിൽ എതിരില്ലാതെയായിരുന്നു തെരഞ്ഞെടുപ്പ്. UDFിലെ ധാരണപ്രകാരം പത്മജ അഭിലാഷ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് 3ാം വാർഡ് മെമ്പർ നീനു ജോസഫിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നീനു ജോസഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന എൻ്റെ സഹോദരി പ്രിയങ്കരി പത്മജ അഭിലാഷ് ഏറെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിനെ ഒരേപോലെ കണ്ട് ആർക്കെന്ത് സഹായം ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത എൻ്റെ സഹമെമ്പറായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പത്മജ അഭിലാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പുളിങ്കുന്ന് മണ്ഡലം പ്രസിഡന്റും പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ 5ാം വാർഡ് മെമ്പറുമായ ജോഷി കൊല്ലാർ ഈ അവസരത്തിൽ ഓർക്കുന്നു. അടുത്തതായി നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ ധാരണ പ്രകാരം രാജിവെക്കുകയും 3 വർഷക്കാലം കഴിഞ്ഞ് രാജിവെക്കുകയും അടുത്ത വൈസ് പ്രസിഡന്റായി പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത പത്മകുമാർ മനോജ് ഗാനാച്ചേരി, ജോസഫ് മാമ്പൂത്ര ഒരേറെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇടതുപക്ഷവും BJPയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും വിട്ടുനിന്നെങ്കിലും സ്വതന്ത്ര അംഗം പുഷ്പ ബിജു UDFിനൊപ്പം തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പങ്കെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ നീനു ജോസഫിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന നീനു ജോസഫ് മഹിളാ കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റാണ്. വെളിയനാട് ഹെൽത്ത് സെന്ററിലെ മുടങ്ങിക്കിടക്കുന്ന കെട്ടിടം പണി ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി BJP പ്രവർത്തകർ സമരരംഗത്ത്. പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിയും വെളിയനാട് 8ാം വാർഡ് മെമ്പറുമായ സുഭാഷ് പറമ്പിശ്ശേരിയുടെ നേതൃത്വത്തിൽ ആശുപത്രി പടിക്കൽ സത്യാഗ്രഹ സമരം നടത്തി. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുക, കേന്ദ്ര ഫണ്ട് പ്രയോജനപ്പെടുത്തി പുതിയ കെട്ടിടം പണിയുക, രോഗികൾക്ക് മരുന്നുകൾ കൃത്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നാടിന്റെ വികസനം നടത്തുന്നത് നികുതിപ്പണം കൊണ്ടാണ്. കേരളത്തിൽ ഓരോ ദിവസവും നികുതിപ്പണം കൂട്ടി എന്തിനൊക്കെ കൂട്ടാം. ചാർജ് വർദ്ധിപ്പിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, ഭൂമിയുടെ കരം വർദ്ധിപ്പിക്കുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നു, ആധാരം എഴുതാനുള്ള ചാർജ് വർദ്ധിപ്പിക്കുന്നു. എല്ലാം വർദ്ധനമാണ്. ഒരു കെട്ടിടം പണിയണമെങ്കിൽ, അനുവാദം മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് 40,000 രൂപ കൊടുക്കണം. അതാണ് ഇന്നത്തെ സ്ഥിതി. എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല. 6-7 മാസമായി പാവങ്ങൾക്ക് പെൻഷൻ നൽകുന്നില്ല.
നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ കരാറുകാർക്ക് പണം നൽകുന്നില്ല. ഒന്നിനും പൈസ ഇല്ലാത്തൊരു ഗവൺമെന്റ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം ചെലവഴിക്കാൻ തയ്യാറാകുമോ? അതുമില്ല. കേന്ദ്ര ഗവൺമെന്റ് വാരിക്കോരി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ രംഗത്തും വികസന കാര്യത്തിലും കോടിക്കണക്കിന് രൂപ സംഭാവന നൽകുമ്പോ, ഇവർക്ക് വേണ്ടി നൽകുമ്പോ അത് നരേന്ദ്രമോദിയുടെ പൈസയൊന്നുമല്ല. അങ്ങനത്തെ ഞങ്ങളാരും പറയുന്നില്ല. പ്രതിഷേധ യോഗത്തിൽ കെ.പി. സുകുമാരൻ അധ്യക്ഷനായിരുന്നു. ബി.ജെ.പി. ജില്ലാ ഉപാധ്യക്ഷൻ ടി.കെ. അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഡി. പ്രസന്നകുമാർ, ടി.വി. ബിജു, പി.ബി. ബാഹുലേയൻ, കെ. സുനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃദ്ധരായവർക്ക് കട്ടിൽ വിതരണം ചെയ്തു. ഈ വർഷം 54 ഗുണഭോക്താക്കൾക്ക് കട്ടിൽ വിതരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കട്ടിൽ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ജി. ജലജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഏറ്റവും വിഷമത അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, നമ്മൾ ഭിന്നശേഷിക്കാരായ അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം നടത്തുന്നത്. ഏറ്റവും അർഹരായവർക്ക് നോക്കി വാർഡ് മെമ്പർമാർ അവരുടെ വാർഡിൽ അർഹരായവർക്ക് നോക്കി ഇത്തവണ 54 കട്ടിലാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാർഡിലും 13 വാർഡിലും ഈ ഒരേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ കൊടുത്തവർ ഇത്തവണ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൊടുത്തവർക്ക് കൊടുത്ത് അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരേപോലെ എല്ലാ വാർഡ് മെമ്പർമാർക്കും ഒരേപോലെ ആ വാർഡിൽ പ്രതിനിധീകരിക്കുന്നവർ ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകത്തക്ക രീതിയിൽ തന്നെയാണ് നല്ല കട്ടിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ക്വാളിറ്റിയുള്ള അതേ രീതിയിൽ തന്നെയുള്ള കട്ടിലാണ് നമുക്ക് എപ്പോഴും കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിന് നമ്മുടെ ICDS സൂപ്പർവൈസറിൻ്റെയൊക്കെ നല്ലൊരു പങ്ക് ഉണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബെന്നി വർഗീസ്, ഫില്ലമ്മ ജോസഫ്, എസ് മായാദേവി, വാർഡ് മെമ്പർമാരായ കൊച്ചുറാണി ബാബു, KM സജികുമാർ, ഉഷ സുഭാഷ്, ആന്റണി അലക്സ്, തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ ജാഗ്രതാ സമിതി ഓഫീസിന്റെ നെയിം ബോർഡ്, പരാതിപ്പെട്ടി എന്നിവ സ്ഥാപിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടത്തി. ചങ്ങനാശ്ശേരി വടക്കേക്കര വള്ളത്തോൾ പബ്ലിക് ലൈബ്രറിയിൽ ഓപ്പൺ ഓഡിറ്റോറിയം പ്രവർത്തന സജ്ജം. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഓഡിറ്റോറിയം നിർമ്മാണം. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കുര്യൻ നിർവഹിച്ചു. നമ്മുടെ തലച്ചോറ് വളരണമെങ്കിൽ, നമ്മുടെ ബുദ്ധി വളരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിക്കണം. വായിച്ചവരാണ് ഒരുപാട് വലിയ മനുഷ്യരൊക്കെ നമുക്കറിയാം വായിച്ച് വളർന്നു വന്നു. അപ്പം ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുക. ബാലവേദിയുടെ അംഗങ്ങളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നല്ലോ, എനിക്ക് വലിയ സന്തോഷം. നിങ്ങൾ വേണം ഇനി മുന്നോട്ട് ഇതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രായമായി ഓരോരുത്തരും ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് ഈ ലൈബ്രറി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. ഇന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകൾ വളരെയധികം മടിക്കുന്നുണ്ട്. എല്ലാവരും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുക. ഇപ്പോൾ ഈ വറീസാറ് ഒരു അധ്യാപകനായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് ഈ ലൈബ്രറിയുടെ ഒരു പ്രസിഡൻ്റായിട്ട് ഈ ലൈബ്രറിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിങ്ങനെ പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയും, 25 വർഷം ഞാൻ ഈ പ്രോഗ്രസീവ് ലൈബ്രറിയുടെ തുടർച്ചയായിട്ടുള്ള പ്രസിഡൻ്റായി. ഉദ്ഘാടന യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് വർഗീസ് ആന്റണി അധ്യക്ഷനായിരുന്നു. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജിത് കുമാർ, സുനിൽകുമാർ, ലൈബ്രറി സെക്രട്ടറി സിജോ എബ്രഹാം, വൈസ് പ്രസിഡന്റ് അനിൽ ജോസഫ്, റോസമ്മ ജോർജ്, KM വർഗീസ്, പ്രസന്നകുമാർ കുന്നുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ കുരുട്ടിക്കാട് ഭുവനേശ്വരി സ്കൂളിൽ ഫിയസ്റ്റ 2024 എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ പ്രതീഷ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രസിഡന്റ് ബി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ് സുജിത് ശ്രീരംഗം, സെക്രട്ടറി ഗണേഷ് കുമാർ, കമ്മിറ്റി മെമ്പർമാരായ ശശിധരൻ പിള്ള, രാജശേഖരൻ പിള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ രാജീവൻ, കൺവീനർമാരായ അർച്ചന കൃഷ്ണൻ, സുജാറ്റി സയ്യിദ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അവാർഡ് വിതരണവും. തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും കഴിഞ്ഞ ദിവസം നടത്തി. TDSPA സംസ്ഥാന പ്രസിഡന്റ് K. ജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ ജോലി ചെയ്തവരെ 2 തട്ടിലായ രീതിയിലായി മാറി. 2017 പെൻഷനായവരാണ് നമ്മുടെ സംഘടനയിൽ ഭൂരിപക്ഷം ക്ഷേത്ര ജീവനക്കാർ. അവർക്ക് വേണ്ടി അന്ന് അവർ പ്രതിദാനം ചെയ്ത ഒരു സംഘടനകളും അവർക്ക് വേണ്ടി ഇതൊരു മിനിമം ആക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. 4000, 5000, 6000, 7000, 8000 രൂപയൊക്കെയാണ് പെൻഷനാകുന്നത്. അതേസമയം 2017 ശേഷം പെൻഷനായ ക്ഷേത്ര ജീവനക്കാർ 30,000, 35,000, 40,000 രൂപ വരെ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10-ന് പുഴവാത് സുമംഗലി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. TDSPA സംസ്ഥാന വക്താവ് CR രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ R ഗോപാലകൃഷ്ണൻ നായർ, ബൈജു, KG രാജ്മോഹൻ, രക്ഷാധികാരി NB കൃഷ്ണകുമാർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KB പ്രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി VK വിജയകുമാർ സമ്മേളനത്തിൽ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പത്തനംതിട്ട കോന്നിയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലെ ഫുഡ് ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബിലേക്ക് ജൂനിയർ അനലിസ്റ്റിനെ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മൈക്രോബയോളജിയിൽ 55% കുറയാത്ത മാർക്കും ബിരുദാനന്തര ബിരുദവും മോഡേൺ ഫുഡ് അനാലിസിസിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 30. വിശദവിവരത്തിനും അപേക്ഷാ ഫോമിനും വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 046829611144. കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ കീഴിൽ പുന്നപ്രയിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററിൽ SSLC പാസ്സായവർക്കായി 6 മാസം ദൈർഘ്യമുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഥവാ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ഒഴിയുള്ള ഏതാനും സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫോൺ നമ്പർ 9496244701 9037323239. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6045 രൂപ, പവന് 48,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.